ബലി പൂജാദികൾ നടത്തുന്നവരും മാംസഭക്ഷണം കഴിക്കുന്നവരും യാതൊരു കാരണവശാലും ബന്ധുവിൻ്റെയോ സ്വന്തമായിട്ടുള്ളതോ ആയ മരണത്തിൽ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ആശങ്കപ്പെടുകയോ ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തിനാണ് നമ്മൾ ബലിപൂജ ചെയ്യുന്നത് എന്നുള്ളത് പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ബലിപൂജയിലൂടെ നാം സ്വാംശീകരിക്കുന്ന അറിവെന്ന് പറയുന്നത് ഈ ശരീരം അതിൻ്റെ പ്രാണൻ വെടിയുന്നതോടുകൂടി കേവലം ജഡമാകുന്നു എന്നും ആ ജഡം ഭക്ഷണമാണ് എന്നുമാണ്. ജഡത്തിനും ജീവനില്ല എന്നർത്ഥമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അതിൽ പോഷകങ്ങളുണ്ട്. ആ പോഷകം പ്രാണന്റെ തന്നെ പ്രാണന്റെ മറ്റൊരു ഭാവം, ഒരു പ്രകടിത ഭാവമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭക്ഷണമാണ്. ഇതിനെ നിലനിർത്തിയിരുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ആ പറയുന്ന ഇതിന്റെ കരണ്ട്, നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന കരണ്ട് വേണമല്ലോ. ആ പറയപ്പെടുന്ന ജീവൻ പുറത്തേക്ക് പോയി. ഈ തത്വമാണ് നമുക്ക്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രപഞ്ച സത്യം എന്ന ബോധ്യം നമുക്ക് ഉണ്ടാക്കുക എന്നതാണ് ബലിയുടെ തത്വം. പണ്ട് കാലത്ത് പുസ്തകമില്ല, മറ്റുള്ള രീതികളൊന്നും ഇല്ല. പുസ്തകം ഉണ്ടെങ്കിൽ പോലും പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് ഇതങ്ങോട്ട് ബോധ്യമാവണമെന്നില്ല, അല്ലെങ്കിൽ ആ പാശം വിട്ടു പോകണമെന്നില്ല. എൻ്റേത് നമ്മൾ തന്നെ വളർത്തി ഉണ്ടാക്കിയ നമ്മളുടെ ഒരു ബലിമൃഗത്തെ, പക്ഷിയെയൊക്കെ നമ്മൾ ബലി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തലം എന്തായാലും ഒരു പുസ്തകത്തിൽ നമുക്ക് കിട്ടില്ല. എത്ര ആയിരം തവണ വായിച്ചാലും നമുക്ക് കിട്ടില്ല. പാശബന്ധം ഉണ്ടായിരിക്കും. വിച്ഛേദനം, പാശം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പാശബന്ധമുള്ളവർക്ക് അയ്യോഭാവമൊക്കെ തോന്നും. ആ അയ്യോഭാവമുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാംസഭക്ഷണം ഇല്ലാത്തവരോ ശീലിക്കാത്തവരോ അതല്ലെങ്കിൽ ബലിപൂജാദികൾ ചെയ്യാത്തവരോ അവര് മരണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയെ ഭക്ഷിക്കുന്നതിലോ ഒക്കെ ആശങ്കപ്പെടുന്നതും ദുഃഖിക്കുന്നതിലും കാര്യമുണ്ട്. എന്താണ്? അവർക്ക് പാശമുണ്ട്. ആ പാശത്തിൽ നിന്നാണ് അവർക്കത് വരുന്നത്. കരുണയിൽ നിന്ന് ഒരിക്കലും ഇതുണ്ടാകില്ല. പാശത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ടാകുന്നത്. ആ പാശമുള്ളത് കൊണ്ടാണ് ഭഗവത്ഗീതാകാരൻ അല്ലെങ്കിൽ ആ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, എന്തിന് പരിഹാരമില്ലാത്ത വിഷയത്തിൽ ഹേ അർജുന നീ ദുഃഖിക്കുന്നു എന്നുള്ളത്. കാരണം ഒന്ന് മറ്റൊന്നിന് വളമാണ്, ഒന്ന് മറ്റൊന്ന് ഭക്ഷണമാണ് എന്ന തത്വത്തെ അറിഞ്ഞുകൊണ്ടാണ് ഗീതാകാരൻ പറയുന്നത്. പക്ഷെ ഇവിടെ ആ ചിന്തയില്ലാത്തവരാണ് ദുഃഖിക്കുന്നത്. അപ്പൊ ഈ ചിന്തയുണ്ടാകാനാണ് ബലിതത്വം. ഇനി ബലി ചെയ്യാതെ തന്നെ മാംസം കഴിക്കുന്നവരാണെങ്കിലോ മറ്റൊരു ജീവിയുടെ ജീവനെ കളഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ ഭക്ഷണമായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അതും ഒരു ജീവി തന്നെയാണ്. അതിൻ്റെ കാര്യത്തിൽ ഒരിക്കലും തന്നെ ദുഃഖമില്ലാതിരുന്ന നമ്മൾ, അതിനും ബന്ധുമിത്രാദികളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതിലില്ലാതിരുന്ന നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ആശങ്ക വേണ്ട. എന്താണ്? നമ്മുടെ ശരീരവും മറ്റൊന്നിന് ഭക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആശ്രമത്തിലെ അന്നപ്രാർത്ഥനയായിട്ട് ഇത് നോണോ വെജോ എന്ത് നിങ്ങൾ കഴിച്ചാലും ഒരു പ്രാർത്ഥന ഇവിടെ വെച്ചിട്ടുള്ളൂ. അന്നമേ നിന്നെ എൻ മുന്നിൽ എത്തിച്ച സർവർക്കും എൻ വന്ദനം. ഈ ഭക്ഷണം നമ്മുടെ മുന്നിൽ ഏത് തരത്തിലുള്ള ഭക്ഷണമാണെങ്കിലും ശരി, അത് നമ്മുടെ മുന്നിൽ എത്താൻ വേണ്ടി പല ആളുകളും പ്രയത്നിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ജീവൻ തന്നെ വെടിച്ചിട്ടുണ്ടാവും, മൃഗങ്ങളും മറ്റുള്ളതൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള സകലത്തിനും എനിക്ക് ഭക്ഷണമാകാൻ ഇത് മുന്നിലെത്തിയതിന് കാരണമായിരിക്കുന്ന എല്ലാതിനെയും ഞാൻ വന്ദിക്കുന്നു എന്നാണ് ആദ്യത്തെ വരി. എൻ ദേഹത്തിൻ കാരണം നീ. ഞാൻ ഉണ്ടായിരിക്കുന്ന എൻ്റെ അച്ഛനമ്മമാർ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുമാണ് ആ ഭക്ഷണം പിന്നീട് അവരുടെ അണ്ടവും ബീജവും ഒക്കെ ആയി അത് ഒന്നു ചേർന്ന് ഭ്രൂണമായി ശിശുവായി അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു. അതിനുശേഷം അമ്മയുടെ പാല് കുടിക്കുന്നു. പിന്നെ കോറയും ഇങ്കുറുമാമും മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ വളരുന്നു. അതുകൊണ്ട് നമ്മുടെ ദേഹത്തിൻ കാരണം നീ, മാതാപിതാക്കൾ കഴിച്ച ഭക്ഷണമാണ് ദേഹത്തിൻ കാരണം. എന്നെ ദേഹത്തെ വളർത്തുന്നതും നീ. അപ്പൊ അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പാലായി കഴിച്ചു, കൂടെ നമ്മളും ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ എൻ്റെ ദേഹത്തെ വളർത്തുന്നത് നീ. അന്ത്യത്തിൽ ഞാനാകുന്നതും നീ. ഇനി നമ്മളുടെ അവസാനം എങ്ങനെയാണ്? ആ അവസാനം നമ്മൾ ഭക്ഷണമായി മാറുകയാണ്. കൂടാതെ നമ്മളിൽ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെ നമുക്ക് മക്കളോ കുട്ടികളോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഒരേ സമയം നമ്മൾ അതായത് ജീവനായി പരിണമിക്കുന്നുണ്ട്, കൂടാതെ നമ്മൾ മറ്റൊന്നിന് ഭക്ഷണമായി മാറുന്നുണ്ട് എന്നുള്ള അല്ലയോ ലോക സത്യമേ നിനക്ക് നമോവാകം എന്നാണ് പ്രാർത്ഥന. ആശ്രമത്തിൽ നിന്ന് കൊടുത്ത പ്രാർത്ഥന. എല്ലാ ഭക്തരും ശിഷ്യരും ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നത്. ഒരിക്കലും ദൈവത്തിനുള്ള പ്രാർത്ഥനയില്ല, ഒരു സ്മരണയാണ്. ആ ബോധ്യം ഉണ്ടാക്കുക, ആ ബലിതത്വബോധ്യം. ബലി ചെയ്യാതെ തന്നെ ബലിതത്വബോധ്യം എന്നാണ് നമ്മളും ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറ് എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ മാംസം ഭക്ഷിക്കുന്നവരും മറ്റുള്ളവരൊന്നും ശരിക്ക് അവരുടെ ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം കത്തിക്കാൻ പാടുള്ളതല്ല.
നമ്മെ സംബന്ധിച്ച് അവസാനിക്കുന്നത് പുലമാണ്, മണ്ണാണ്. ഈ മാംസപിണ്ഡം എന്ന് പറയുന്നത് മണ്ണാണ്. അതിലെ അഗ്നിതത്വവും ജലതത്വവും വായുതത്വവും ആകാശത്വവും ഒക്കെ ആദ്യം ഇല്ലാണ്ടായിട്ടുണ്ട്. ഒക്കെ നമ്മുടെ പുസ്തകങ്ങൾ മലബാര വേദാന്തമൊക്കെ വായിച്ചാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ഫിലോസഫി എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അത് പറഞ്ഞു കുറച്ച് നീളും. എന്തായാലും ശരി, അവസാനത്തിൽ ഒരിക്കലുമുള്ളത് ഈ അഗ്നിതത്വമല്ല, ഈ പുലതത്വമാണ്. അതുകൊണ്ട് തന്നെ മാംസഭക്ഷണം കഴിക്കുന്ന ബലിതത്വം ആചരിക്കുന്നവരും അവരുടെ ശരീരത്തെ ഒരു ഭക്ഷണമായി വിനിയോഗിക്കുക നടത്തിൽ മണ്ണിൽ അടക്കം ചെയ്യുന്നതാണ് 99% നല്ലത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് മാറി ചിന്തിക്കുന്ന വിരോധമില്ല എങ്കിൽ പോലും ഇതാണ് നല്ലത്. എന്താണ്, ഇതൊരു ഭക്ഷണമാകണം. ആ ഭക്ഷണമാണ്, അത് ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്ന് അത് സസ്യങ്ങൾ വലിച്ചെടുത്ത് അത് പിന്നീട് ഒരു സൈക്കിളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അഗ്നിതത്വം എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് നമ്മൾ എന്താണ് ഇന്ധനമാവുകയാണ് ചെയ്യുന്നത്. ഇന്ധനവും വളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വാഴയുടെ അടിയിൽ കൊണ്ട് തീയിട്ട് കഴിഞ്ഞാൽ എന്താണ്ടാവുക, വാഴ കരിയാണ് ചെയ്യുക ഇല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും വളമായിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു വാഴയുടെ കൈ തന്നെ വെട്ടി വളമായിട്ട് താഴെട്ട് കൊടുത്താലും അതൊരു വളമാണ്. ഈ തലത്തിൽ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ബലി ആചരിക്കുന്നതും മാംസം കഴിക്കുന്നതും സ്വന്തമോ ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകളുടെ മനത്ത് ദുഃഖിക്കരുത്, കരയരുത്. കരയുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ, നിങ്ങൾ ആശങ്കപ്പെടുന്നു എങ്കിൽ, നിങ്ങൾ മരിക്കുമെന്ന് ആകുലതപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും മാംസം കഴിക്കരുത്, ബലി ആചരിക്കണ്ട. ആചരിച്ചു തുടങ്ങുന്നത് അറിയാൻ വേണ്ടില്ല, അങ്ങനെയാണെങ്കിൽ തുടങ്ങിക്കോ. അതല്ലാണ്ട് വേണ്ട. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിലും നിങ്ങളുടെ ആളുകളിലും നിങ്ങൾക്ക് ആശങ്കയുണ്ട്, മറ്റൊന്നിന് ആശങ്കയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥമില്ല. ഈ തത്വത്തെ ഗ്രഹിക്കാനുള്ള ഒരു ദൈവത്തെയും പ്രീതിപ്പെടുത്താനല്ല, ഒരു ദൈവവും പ്രീതിപ്പെടുന്നുമില്ല. അങ്ങനെ ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് കരുതുകയും വേണ്ട. ഒരു ജീവനെ നമ്മളുടെ അടുത്ത് ഹനിച്ചുകൊണ്ട് മറ്റൊരു ദൈവം പ്രീതിപ്പെടാൻ, ദൈവത്തിൻ്റെ പ്രീതിയല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ തന്നെ പറയുന്നു. ദൈവത്തിൻ്റെ പ്രീതിയല്ല, നമ്മളുടെ ആത്മതത്വം ഉണരുന്നതിനും നമുക്ക് ബോധോദയം സിദ്ധിക്കുന്നതിനും വേണ്ടി നമ്മളൊന്നിനെ ആശ്രയിക്കുന്നു. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം സ്വീകരിച്ച് എന്തോ വെള്ളമാകട്ടെ മറ്റെന്തുമാകട്ടെ അത് ഭക്ഷണമായി സ്വീകരിച്ചു പോകുന്ന ഒരാളും തന്നെ ഇതിൽ ആശങ്കപ്പെടേണ്ട. അത്തരം ആളുകളൊന്നും ഇതിൽ കുറ്റം പറയുകയും വേണ്ട. വെള്ളം കഴിക്കുമ്പോൾ തന്നെ, വെള്ളം കുടിക്കുമ്പോൾ അതിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്, തിളപ്പിക്കുന്നു കുടിക്കുന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ചുറ്റുപാട് നമുക്ക് ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ പല രീതിയിൽ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ജീവിക്കാൻ മറ്റുള്ളതിനെ നമ്മൾ ഹനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലാശങ്കയില്ലാത്തവർ അതിൻ്റെ കുറച്ചുകൂടി നമുക്ക് ദൃശ്യമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വേദനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തത്വത്തെ അറിയുന്നവൻ ഒരു തരത്തിലും വേദനിക്കില്ല, തത്വത്തെ അറിയുന്നവൻ എപ്പോഴും വേദനിക്കും. അപ്പം തത്വത്തെ അറിയുന്നു എന്ന് കരുതി വേഷഭൂഷാദികൾ കൊണ്ട് അയ്യോ അതിനെ കൊന്നു തിന്നുന്നു, അയ്യോ വെണ്ടയ്ക്ക മുറിക്കുന്നു, ആ വെണ്ടയ്ക്കയുടെ വിത്ത് കൂടി ചേർത്തല്ലേ നിങ്ങൾ കഴിച്ചത്, അതുകൊണ്ട് അത് പാപമാണ്, കാരണം അതിന് വിത്തില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ജീവൻ അതിൻ്റെ ഉള്ളിൽ വിത്തായി നിൽക്കുന്നു, അതിനെ നിങ്ങൾ തിന്നല്ലോ. തക്കാളി നിങ്ങൾ കഴിച്ചോ, അതിൻ്റെ ഉള്ളിൽ വിത്തുണ്ടല്ലോ, അത് ജീവൻ അതിൻ്റെ അണ്ടമാണല്ലോ, അത് നിങ്ങൾ കഴിച്ചല്ലോ, അത് മഹാപാപം എന്ന് കരുതി വായു ഭക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ വഴിയാകാം. അപ്പോഴും അതിലും തന്നെ ഹിംസ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം ആളുകൾ അവരുടെ വേഷഭൂഷാദികളിൽ മാത്രമാണ് അവരുടെ ജ്ഞാനവും പാണ്ഡിത്യവും കിടക്കുന്നത്. തത്വം അറിയുന്നവരൊരിക്കലും കൃഷ്ണൻ പറഞ്ഞ പോലെയാണ്, പരിഹാരമില്ലാത്ത വിഷയത്തിൽ ആശങ്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മാംസം കഴിക്കുന്നവരും ബലിപൂജാദികൾ ചെയ്യുന്നവരും ഇത്തരത്തിൽ തത്വം ഗ്രഹിക്കുക, ദുഃഖിക്കാതിരിക്കുക. ആരും നമ്മളെ വിട്ടു പോകുന്നില്ല, മറ്റൊന്നായി പരിണമിക്കുകയാണ്. ആ പരിണാമം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിതിനു മുമ്പുണ്ട്, ഇനിയും ഉണ്ടാകും. അതൊരു സത്യമാണ്. ഒരിക്കലും കർമ്മസിദ്ധാന്തം പറയുന്നത് പോലെ നിങ്ങൾ എന്തോന്നായി ജനിച്ച് പിന്നൊരു ശൂദ്രനായി, ഒരു വൈശ്യനായി, ക്ഷത്രിയനായി, ബ്രാഹ്മണനായി, അങ്ങനെ 1000 ജന്മങ്ങൾ കഴിഞ്ഞ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത് മാറാം. ഇത്തരം ചിന്താപദ്ധതി അല്ല ആദ്യമാർഗത്തിലുള്ളത്. ഇവിടെ ഉള്ളൊരു ചിന്താഗതി എന്തുള്ളൂ, പട്ടിയായാലും പൂച്ചയായാലും പുല്ലാണെങ്കിലും നരിയാണെങ്കിലും നരനാണെങ്കിലും ഒക്കെ അതങ്ങനെ ഒരു സൈക്കിൾ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ആർക്കും മേൽക്കൊയ്മയൊന്നുമില്ല, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആശ്രയബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ബോധത്തിൽ നിന്നാണ് എന്ത് പറയുന്നത്, അന്നമേ നിന്നെ എൻ മുന്നിൽ എത്തിച്ച സർവർക്കും എൻ വന്ദനം. ആ ബോധ്യം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ലോകസത്യം എന്താണ്, അന്നമാണ്, ഭക്ഷണമാണ്. നമ്മളെല്ലാം ഒരു അന്നം എന്ന തത്വം, ആ തത്വത്തെ അറിയുക. വീണ്ടും പറയുന്നു, കേവലം മരണത്തിൽ ദുഃഖിക്കാതിരിക്കുക എന്ന് കരുതി ഒരാളെ അങ്ങോട്ട് കൊല്ലാം എന്നിട്ട് വളമാക്കാമെന്ന് കരുതാൻ പാടില്ല. ഭക്ഷണമായ കാര്യത്തെക്കുറിച്ചാണ്. ഭക്ഷണം മനുഷ്യമാംസം ഒന്നും എവിടെയും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊരിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ശരിയായൊരു പ്രവണതയല്ല, അതിന് നമ്മൾ അംഗീകരിക്കുന്നില്ല. യുദ്ധങ്ങളെ അംഗീകരിക്കുന്ന മനുഷ്യർ പരസ്പരം കുത്തിമരിക്കുന്നതിന് മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാലും പരസ്പരം കുത്തിമരിക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന് പറയാൻ കാരണം അത് മനുഷ്യനെ തന്നെ ഉപദ്രവിക്കുന്ന പ്രക്രിയയാണ്. അതല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ടോ. ജീവനെ നിലനിർത്താൻ വേണ്ടി ക്രിമിനൽ നിയമങ്ങൾ പോലും ചിലത് പറഞ്ഞിട്ടുണ്ട്. അതാ വഴിക്ക് നടക്കട്ടെ. അല്ലാത്തൊന്നും ശരിയായ പ്രവർത്തനമല്ല. അതിന് ന്യായം ചമച്ചിട്ടൊട്ട് കാര്യവുമില്ല എന്ന് തന്നെ പറയട്ടെ. ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദീർഘിക്കും. ആ ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യം അറിയേണ്ടവന് സാരം മനസ്സിലായി കാണും, അല്ലാത്തവനോ
അവരവരെ വഴിക്ക് പോകട്ടെ അല്ലേ. എന്തായാലും എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനം വരുന്നീരി അമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും എവരെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദുകാം പൂജയാമി ചണ്ടാളഹം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.